നമസ്കാരം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് ഇലോൺ മസ്ക് പറഞ്ഞത് എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപേക്ഷിക്കണമെന്നും അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് മനുഷ്യനാലും കൃത്രിമ നിർമ്മിത ബുദ്ധിയാലും തട്ടിപ്പിന് ഇരയാവാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇതാണ് ഇലോൺ മസ്ക് പറഞ്ഞു വെച്ചത്. നമ്മുടെ ഏഷ്യാനെറ്റ് മുതലാളി അതിൽ കയറി പിടിക്കുകയുണ്ടായി. ഏഷ്യാനെറ്റ് മുതലാളി ടെസ്ല മുതലാളിയെ ആക്ഷേപിക്കുന്നത് അവസാനിക്കുന്നത് ഇലോൺ മസ്കിന് വേണമെങ്കിൽ എപ്രകാരമാണ് EVM സുരക്ഷിതമായി പ്രവർത്തിക്കുന്നത് എന്നതിന് ക്ലാസ് എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ബിൽഗേറ്റ്സിന് മോദി ക്ലാസ് എടുക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ മോദിയുടെ ശിഷ്യന് ഇലോൺ മസ്കിന് ക്ലാസ് എടുക്കാൻ പാകത്തിന് തൊലിക്കെട്ടി ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. രാജീവ് ചന്ദ്രശേഖരൻ ട്വിറ്ററിൽ പറഞ്ഞത് ഇന്ത്യയിലെ EVM സമ്പ്രദായം കുറ്റമറ്റതാണ് എന്നതായിരുന്നു. അതിന് ഇലോൺ മസ്ക് ഒറ്റ വാചകമേ എഴുതിയിരുന്നുള്ളൂ. എന്തും ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം അദ്ദേഹം എഴുതി. അതിന് ഏഷ്യാനെറ്റ് മുതലാളി വീണ്ടും ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ടായിരുന്നു. ഇതിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്തെന്നാൽ ലോകത്ത് 195 രാജ്യങ്ങളുള്ളതിൽ 36ഓളം രാജ്യങ്ങളിൽ മാത്രമാണ് EVM സംവിധാനമുള്ളത്. പല രാജ്യങ്ങളും മടിക്കുന്നത് ഇതിൽ തട്ടിപ്പ് നടത്താൻ സാധ്യതയുണ്ട് എന്ന് ഭയപ്പെട്ടിട്ട് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്തിനാണ് ഇത്ര കണ്ട് വെപ്രാളം പിടിച്ചത് എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട വസ്തുതാപരമായ മറ്റൊരു കാര്യം. കാരണം ഇലോൺ മസ്ക് ഈ ട്വീറ്റ് എഴുതുന്നത് മറ്റൊരു ട്വീറ്റ് റെഫർ ചെയ്തതുകൊണ്ടാണ്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ F. കെന്നഡിയുടെ മരുമകനും അമേരിക്കൻ പരിസ്ഥിതി രംഗത്തെ ആക്ടിവിസ്റ്റുമായ ജോൺ F. കെന്നഡി ജൂനിയറിന്റെ ട്വീറ്റാണ് ഇലോൺ മസ്ക് റെഫർ ചെയ്തിരിക്കുന്നത്. അതിൽ ജൂനിയർ കെന്നഡി ചൂണ്ടിക്കാണിക്കുന്നത് പ്യൂർട്ടോറിക്കോയിലെ തെരഞ്ഞെടുപ്പിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇലോൺ മസ്ക് നടത്തിയ പൊതുപ്രസ്താവനയാണ് EVM തകരാറാണ് എന്നുള്ളത്. അദ്ദേഹം ഇന്ത്യയെ പറ്റി മാത്രമല്ല പറഞ്ഞതും. എന്നാൽ ഏഷ്യാനെറ്റ് മുതലാളിക്ക് അത് ഇന്ത്യയെ പറ്റിയാണെന്നും ഇന്ത്യയെ തന്നെ പറ്റിയാണെന്നും ഇന്ത്യയെ മാത്രം പറ്റിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയത് സ്വാഭാവികം മാത്രമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളിലും ആഗോള സൂചികളിൽ അധപ്പതനത്തിന്റെ പടുകുഴിയിൽ കിടക്കുകയാണെന്ന കാര്യം മുതലാളിക്ക് നല്ല പോലെ അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു വെകിളി. EVM ഒരു ജനാധിപത്യ രാജ്യത്തിൽ പോലും വെക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കെ മോദിയുടെ ഫാസിസ്റ്റ് രാജ്യത്ത് തട്ടിപ്പുകൾ ഉറപ്പായും നടക്കുമെന്നത് പകൽ പോലെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ ഇന്ത്യയെമ്പാടും സാമൂഹിക ഗ്രൂപ്പുകളും പ്രതിപക്ഷ കക്ഷികളും സുപ്രീം കോടതിയും ഒക്കെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നത് കൊണ്ടാണ് 2019 ആവർത്തിക്കാതിരുന്നത്. EVMനെ കുറിച്ച് ഇലോൺ മസ്ക് പറഞ്ഞ കാര്യം ഒരു വലിയ മുതലാളി പറഞ്ഞിട്ട് പോലും ഇന്ത്യയിൽ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എങ്കിൽ അതിന് കാരണം ഫാസിസത്തോടുള്ള ഭയവും പാദസേവയും കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആയതിനാൽ ജനങ്ങളും ജനകീയ ശക്തികളും EVMനെതിരെ ഉയർന്നു വരുന്ന ആശങ്കകൾ ഉച്ചത്തിൽ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്.